അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെസ്ലയുടെ മുതലാളി ഇലോൺ മസ്കിന്റെ കൈപിടിച്ചാണ് അധികാരത്തിലേക്ക് ഉയർന്നത്. ആ കയറ്റത്തിൽ മസ്കിന്റെ കമ്പനികളുടെ ഓഹരികളിൽ 40% വളർച്ച. ഒപ്പം ട്രംപിന്റെ മക്കൾ നടത്തുന്ന കമ്പനികളിലെ ഓഹരികളിൽ 50% മൂല്യം കൂടി. പരസ്യമായി നടന്ന കൈക്കൂലി നൽകലായിരുന്നു അത്. സർക്കാരിനോട് ചേർന്നു നിന്ന് മസ്ക് ഏത് അനുവാദവും മേടിച്ചെടുക്കുമെന്നറിയാവുന്നവരെല്ലാം ആ ഓഹരികൾ വാങ്ങിക്കൂട്ടി. സ്വന്തം കമ്പനികളിൽ ട്രംപ് സാധ്യമായതെല്ലാം ചെയ്യുമെന്നറിയാവുന്നതിനാൽ ആ ഓഹരികളിലും വച്ചടി കയറ്റമുണ്ടായി. ഇന്ത്യയിൽ സമീപകാലത്ത് അങ്ങനെയൊന്നുണ്ടായത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ കുടുംബ കമ്പനികളുടെ ഓഹരികളിലാണ്. മുഖ്യമന്ത്രിയായപ്പോഴും കേന്ദ്രമന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും വച്ചടി കയറ്റമായിരുന്നു. ഇനി വളരാൻ പോകുന്നത് ആ കമ്പനികളാകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ മസ്കും ട്രംപ് തമ്മിൽ അടി തുടങ്ങിയത് നോക്കുക. മസ്കിന്റെ ഓഹരികളിൽ 15,000 കോടി ഡോളറാണ് ഒറ്റയടിക്കൊലിച്ചു പോയത്. അതൊരു നിസാരമായ തുകയല്ല എന്ന് നമുക്കറിയാം. 12 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുകയാണത്. കേരളത്തിന്റെ ഒരു വർഷത്തെ നികുതി വരുമാനം 1 ലക്ഷം കോടി രൂപയാണ്. അതിന്റെ 12 മടങ്ങാണ് ഒരു ദിവസം കൊണ്ട് മസ്കിന്റെ ഓഹരിയിൽ നിന്നും ആവിയായി പോയത്. ട്രംപിന്റെ ഓഹരികളുടെ മൂല്യത്തിൽ 8% ഇടിവുണ്ടായി. രണ്ടുപേരും എന്തെങ്കിലും നാടകം കളിച്ചതാകാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നത് ഈ വലിയ വീഴ്ച കൂടി ചൂണ്ടിക്കാണിച്ചാണ്.